ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഓഫീസിൽ പോയ സച്ചി വേഗം തൻ്റെ ഫോൺ എടുത്ത് അർച്ചനയെ വിളിക്കണം. അർച്ചന കിച്ചണിൽ ജോലി ചെയ്യുന്നതിനിടയിൽ സച്ചിയുടെ കോള് കണ്ട് അറ്റൻഡ് ചെയ്ത് അർച്ചന ചോദിച്ചു, എന്താ സച്ചിയേട്ടാ, എന്താ വിളിച്ചത്? അപ്പോഴാണ് സച്ചി പറഞ്ഞത്, അർച്ചന, അന്ന് നമ്മൾ ധനുഷ് പഠിച്ച സ്കൂളിലും കോളേജിലും എല്ലാം പോയിരുന്നല്ലോ. അവിടെ ഷാഹിർ മുഹമ്മദ് എന്ന പേരുള്ള അവൻ്റെ മറ്റൊരു ചിത്രം നമ്മൾ മൊബൈലിൽ പകർത്തിയെടുത്തിരുന്നല്ലോ. ആ ഫോട്ടോ അടങ്ങിയ ആ ചിത്രം അത് തൻ്റെ ഫോണിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് നമുക്ക് അവൻ ധനുഷാണെന്നുള്ള കാര്യത്തിൽ, അവൻ ധനുഷല്ല എന്ന കാര്യത്തിൽ പ്രൂവ് ചെയ്യുന്നതിന് കോടതിയിൽ ഒരു തെളിവായിട്ട് കാണിക്കാൻ കഴിയുമായിരുന്നു. അവനെ ധനുഷല്ല എന്ന് നമുക്ക് ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ അത് തന്നെ നമ്മളെ സഹായിച്ചേനെ എന്ന് ശശി അർച്ചനയോട് പറഞ്ഞു. അത് കേട്ടതും അർച്ചന പറഞ്ഞു, അയ്യോ സച്ചിയേട്ടാ, അത് എൻ്റെ കയ്യിലില്ല. അന്ന് നമ്മൾ ആ ഫോട്ടോ കാണിച്ചപ്പോൾ അതെല്ലാം നമ്മൾ മനഃപൂർവ്വം കരുതിക്കൂട്ടി ഉണ്ടാക്കിയതാണെന്നല്ലേ അന്ന് നന്ദേട്ടൻ പോലും പറഞ്ഞത്. അത് കേട്ട ഉടനെ തന്നെ അർച്ചനയോട് സച്ചി പറഞ്ഞു, എടോ, അത് അന്ന് അങ്ങനെയൊക്കെ നന്ദേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ ഇന്ന് ആ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് നമുക്ക് കോടതിയിൽ കാണിക്കാൻ ശക്തമായ ഒരു തെളിവ് തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അർച്ചന പറഞ്ഞത്, എന്നാ ഞാൻ സന്ദീപിനോട് ചോദിക്കട്ടെ? സന്ദീപിന്റെ കയ്യിൽ കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ എന്തായാലും അവനോട് ചോദിക്കാമെന്ന് അർച്ചന പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. ശരി, എന്നാ എത്രയും വേഗം താനൊന്ന് അന്വേഷിച്ചിട്ട് പറ. ഞാൻ തപ്പുകയായിരുന്നു ഇത്രയും നേരവും. ആ ഫോട്ടോ എൻ്റെ മൊബൈലിൽ ഇല്ല എന്ന് പറഞ്ഞ് സച്ചി ഫോൺ വെച്ചു. അർച്ചന ഉടനെ തന്നെ ഇക്കാര്യം സന്ദീപിനോട് ചോദിക്കാമെന്ന് വിചാരിച്ച് മുകളിലേക്ക് പോകുമ്പോൾ ആതിര കുഞ്ഞ് നിർത്താതെ കരയുന്നത് കൊണ്ട് കുഞ്ഞിനെ ആശ്വസിപ്പിച്ച് സമാധാനപ്പെടുത്തി ഉറക്കാനുള്ള ശ്രമം നടത്തി. ആതിര കുറെ നേരം കുഞ്ഞിനെ കയ്യിൽ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് നടക്കാൻ നോക്കുമ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അർച്ചന അവിടേക്ക് ഓടിയെത്തി. എന്താ എന്താ ആതിരെ, എന്തു പറ്റി എന്ന് ചോദിച്ചതും ആതിര പറഞ്ഞു, ഒന്നുമില്ല, അവള് ഉറങ്ങാൻ പോവാ, കുറച്ചു നേരം അവൾ കരഞ്ഞു, താനെ അവൾ കരച്ചിൽ നിർത്തിക്കോളൂ എന്ന് പറഞ്ഞതും അർച്ചന വേഗം ആതിരയോട് പറഞ്ഞു, നീ കുഞ്ഞിനെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ആതിരയുടെ കയ്യിൽ നിന്ന് ബലമായി കുഞ്ഞിനെ അർച്ചന വാങ്ങിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ആതിര പറഞ്ഞത്, അത് സാരമില്ല, അവള് കുറച്ചു നേരം കരഞ്ഞ് കിടന്നുറങ്ങിക്കോളും എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, അങ്ങനെ എന്തിനാ വെറുതെ കിടന്ന് കരയിക്കുന്ന കുഞ്ഞിനെ, ഇങ്ങോട്ട് താ, ഞാൻ ഉറക്കാം എന്ന് പറഞ്ഞ് അർച്ചന ആതിരയുടെ കയ്യിൽ നിന്ന് ബലമായി കുഞ്ഞിനെ പിടിച്ചു വാങ്ങുന്നു. പിന്നീട് കുഞ്ഞിനെ സമാധാനപ്പെടുത്തി കുഞ്ഞ് സങ്കടപ്പെടുന്നതെല്ലാം കണ്ട് ഒരു വിധത്തിൽ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് താരാട്ടെല്ലാം പാടി അർച്ചന കുഞ്ഞിനെ ഉറക്കുന്നു. ആതിര അതൊട്ടും ഇഷ്ടപ്പെടാതെ അവിടെ അതെല്ലാം നോക്കിക്കൊണ്ടങ്ങനെ ഇരിക്കുന്നു. പിന്നീട് കാണുന്നത് അനൂപിനെ മീരയും ആവണി മോളും ചേർന്ന് പതിയെ പതിയെ നടത്തിക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെ ഒരു വിധത്തിൽ ഒത്തി ഡൈനിങ് ടേബിൾ അരികിലേക്ക് വന്ന് അനൂപ് ഇരിക്കുന്നു. ആ സമയത്ത് അനൂപിന്റെ കാലിന്റെ അവസ്ഥ കണ്ട് മീര ചോദിച്ചു, ഇനി എത്ര നാൾ ഇങ്ങനെ ഇരിക്കേണ്ടി വരും അനൂപേട്ടാ? എത്രയും പെട്ടെന്ന് ഇതൊന്ന് ഭേദമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ആവണി പറഞ്ഞു, അച്ഛൻ അധികം നാളൊന്നും ഇരിക്കേണ്ടി വരത്തില്ല. അച്ഛൻ ഉടനെ തന്നെ എഴുന്നേറ്റ് ഇതിലെ നടക്കും. നോക്കിക്കോ, എൻ്റെ കൂട്ടുകാരുടെ അച്ഛനെ ഇതിനേക്കാളും വലിയ അപകടം ഉണ്ടായതാ, ബൈക്ക് ആക്സിഡന്റ്. പിന്നീട് അവളുടെ അച്ഛൻ വേഗം തന്നെ സുഖം പ്രാപിച്ചു. എന്ന് മാത്രമല്ല, അതിനുശേഷം അദ്ദേഹം ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയും വിജയിയാവുകയും ചെയ്തു എന്ന് ആവണി മോള് അനൂപിനോട് പറഞ്ഞു. എല്ലാം കേട്ട മീര പറഞ്ഞു, ശരി ശരി, എൻ്റെ പൊന്നുമോളെ, അച്ഛനെ സമാധാനപ്പെടുത്താനും അച്ഛന് ധൈര്യം പകരാനുമാണ് നീ നുണക്കഥ പറഞ്ഞെന്നൊക്കെ മനസ്സിലായി. പക്ഷേ നീ നിന്റെ കൂട്ടുകാരുടെ കാര്യം പറഞ്ഞല്ലോ, അതോടെ എനിക്കെല്ലാം ബോധ്യായി. നിന്റെ കൂട്ടുകാരിയുടെ പേര് നീ ഈ പറഞ്ഞ പേരല്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. അങ്ങനെ ഒരു പേര് ഇവിടെ ഇന്നേ വരെ നീ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് മീര പറഞ്ഞതും കമലമ്മയും ദയാനന്ദമാഷും തിരികെ വീട്ടിലേക്ക് എത്തി. മടങ്ങിയെത്തിയ അവരോട് കാര്യമായി അനൂപ് അന്വേഷിച്ചു. അല്ല, അച്ഛനും അമ്മയും ഇതിപ്പോ എവിടെ പോയതാ എന്ന് ചോദിച്ചപ്പോ ദയാനന്ദമാഷ് പറഞ്ഞു, അല്ല, ഇനിയിപ്പോ ചടങ്ങുകളൊക്കെ നടത്തണ്ടേ, അതാത് സമയത്ത്. നിനക്കാകാമായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓടി നടക്കേണ്ടി വരില്ലായിരുന്നു. ഇപ്പോ എല്ലായിടത്തും വിവരങ്ങൾ ചെന്ന് പറയാനും ചടങ്ങിനെ കുറിച്ച് പറയാനും പിന്നെ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും നടത്തണ്ടേ, അതിന് പോയതാണ്. സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ എല്ലായിടത്തും പോകുന്നതിന് ഓട്ടോയും വേണം, ഓട്ടോ കൂലി കുറെ ആവുകയും ചെയ്യും എന്നെല്ലാം ദയാനന്ദമാഷ് അറിയിച്ചു. അപ്പോഴാണ് അനൂപ് ചോദിച്ചത്, അല്ലച്ച, ചടങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇനി കുഞ്ഞിന്റെ പേരിടിയിൽ കാര്യമല്ലേ എന്ന് ചോദിച്ചതും അനൂപിനോട് ദയാനന്ദമാഷ് പറഞ്ഞു, അതെ, പേരിടിൽ ചടങ്ങ് അത് നടത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ
മീര പറഞ്ഞു, അതെ, ഇനിയിപ്പോ പേരിടി ചടങ്ങ് മുറ പോലെ നമ്മൾ തന്നെ വേണമല്ലോ നടത്താൻ. ആദ്യത്തെ പ്രസവവും അതോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളും നമ്മള് പെൺവീട്ടുകാരല്ലേ നടത്തേണ്ടതെന്ന് മീരടുത്തിയും പറഞ്ഞു. അപ്പോഴാണ് മീരയുടെ വാക്കുകൾ കേട്ട് അനൂപ് ചോദിച്ചത്, അല്ലച്ചാ, ഇനിയിപ്പോ ഇപ്പോ ആതിരയും കുഞ്ഞും അവിടെയല്ലേ, നമുക്ക് ഈ ചടങ്ങിന്റെ മേൽനോട്ടം നമ്മുടെ നമ്മുടെ രീതിയിൽ തന്നെ അതിന്റെ മേൽനോട്ടം എല്ലാം വഹിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുകയും പിന്നെ ഇതിന്റെ ചടങ്ങ് നടത്തുന്നത് നെല്ലിശ്ശേരി വെച്ചാണെങ്കിലും കുഴപ്പമില്ലല്ലോ അച്ഛാ. കാരണം കുഞ്ഞിന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി വെച്ച് കുഞ്ഞിന് ശ്വാസതടസ്സം ഉണ്ടാകുന്ന പ്രശ്നം ഡോക്ടർ പറഞ്ഞതാണല്ലോ. ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ, അതിലും ഭേദം നമ്മൾ നെല്ലിശ്ശേരിയിൽ വെച്ച് തന്നെ നമ്മുടെ ചെലവിൽ തന്നെ ഈ ചടങ്ങ് നടത്തുന്നതല്ലേ അച്ഛൻ നല്ലത്. അതല്ലേ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ളതെന്ന് അനൂപ് അന്വേഷിച്ചു. അപ്പോഴാണ് ദയാനന്ദ മാഷ് പറഞ്ഞത്, നമുക്ക് ഒരാഴ്ച മുമ്പ് ആതിരയും കുഞ്ഞിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം എന്നാ നമ്മൾ വിചാരിച്ചിരിക്കുന്നതെന്ന് ദയാനന്ദ മാഷ് പറഞ്ഞപ്പോൾ കമലമ്മയും അതേ അഭിപ്രായം തന്നെ അറിയിച്ചു. ഒരു ആഴ്ച മുന്നേ അവരെ ഇവിടെ വിളിച്ചുകൊണ്ട് വരാം, എന്നിട്ട് ഇവിടെ വെച്ച് ചടങ്ങ് നടത്തിയതിനു ശേഷം അവരെ തിരിച്ച് നെല്ലിശ്ശേരിയിൽ കൊണ്ടുപോയി വിടാം. അതാണ് എല്ലാവരുടെയും തീരുമാനമെന്ന് ദയാനന്ദ മാഷിനും കമലമ്മയും കൂടി തീരുമാനിച്ച കാര്യം അനൂപിനോട് അറിയിച്ചു. അത് കേട്ടതും അനൂപ് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഒരു അഭിപ്രായം പറയുന്ന വെച്ചാൽ നെല്ലിശ്ശേരിയിൽ വെച്ച് തന്നെ നമുക്ക് ഈ ചടങ്ങ് നടത്താം. അതാണ് നല്ലത്. കാരണം കഷ്ടകാലത്തിന് ആ കുഞ്ഞിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എല്ലാവരും നമ്മളെ ആയിരിക്കും കുറ്റപ്പെടുത്തുക. നമ്മളാകും അവസാനം കുറ്റവാളികൾ. അതുകൊണ്ട് തൽക്കാലം അവിടെ വെച്ച് നടത്തുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായമെന്ന് അനൂപ് അറിയിച്ചതും ഇത് കേട്ട മീരടുത്തി പറഞ്ഞു, എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ കാര്യം നമുക്ക് സേതു അങ്കിളിനോട് തന്നെ വിളിച്ചു ചോദിക്കാം. അച്ഛനൊരു കാര്യം ചെയ്യേ, സേതു അങ്കിളിനൊന്ന് വിളിച്ചു ചോദിക്കേ, അപ്പോൾ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ എന്ന് ദയാനന്ദ മാഷിനോട് മീര പറഞ്ഞത് കേട്ട് കമലമ്മയും അത് അഭിപ്രായം തന്നെ പറഞ്ഞു. ഉടനെ തന്നെ ദയാനന്ദ മാഷ് സേതു മാധവന്റെ ഫോണിലേക്ക് വിളിച്ചു. സേതു മാധവൻ മാഗസിനൊക്കെ വായിച്ചിരിക്കുന്ന നേരത്ത് ഫോൺ വന്നത് കണ്ട് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ മാഷേ, എന്താ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ ദയാനന്ദ മാഷ് പറഞ്ഞു, അല്ല, ഞാനൊരു കാര്യം അഭിപ്രായം അറിയാനായിട്ട് വിളിച്ചതാണ് സേതുവിനെ. ഇനി കുഞ്ഞിന്റെ പേരിൽ ചടങ്ങ് നടത്തണല്ലോ, അപ്പോൾ ആ ചടങ്ങ് നടത്തുന്നതിനെ കുറിച്ച് ചോദിക്കാനാണ്. ഒരാഴ്ച ഇവിടെ ആതിരയും കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ഇവിടെ വെച്ച് ചടങ്ങ് നടത്തിയാലോ എന്നാണ് ഞങ്ങളുടെ ഒരു ആലോചന. അപ്പോൾ സേതുവിൻ്റെയും മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാനാണ് ഇപ്പോൾ വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ സേതുമാധവൻ പറഞ്ഞു, കുഞ്ഞിൻ്റെ പേരിൽ ചടങ്ങ് മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങൾ തീരുമാനിക്കുന്നതാണല്ലോ, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണല്ലോ നടത്തുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിന് കുറച്ച് ദൂരം ഈ ഒരു സാഹചര്യത്തിൽ യാത്ര ചെയ്യുന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുമെന്നല്ലേ പറഞ്ഞത്. ശ്വാസതടസ്സം കുഞ്ഞിനുണ്ടാകുന്ന പ്രശ്നം അത് ഹോസ്പിറ്റലിൽ വെച്ച് ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടേക്ക് കുഞ്ഞിനെ കൊണ്ടുപോരാമെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ചടങ്ങ് നമുക്ക് ഇവിടെ വെച്ച് നടത്തിയാലോ എന്ന് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. ആ ചടങ്ങ് ഇവിടെ നടത്തുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത് എന്ന് മാഷിനോട് സേതുമാധവൻ ചോദിച്ചതും സേതുമാധവന്റെ ചോദ്യത്തിന് മറുപടിയായി ദയാനന്ദ മാഷ് പറഞ്ഞു, സേതുവിന് അങ്ങനെ ഒരു അഭിപ്രായമാണെങ്കിൽ അതിനോട് ഞങ്ങൾക്കും വിയോജിപ്പൊന്നുമില്ല. എന്ത് വേണമെന്നും എങ്ങനെ ചെയ്യണമെന്ന് അറിയാനാണ് ഇപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചത് എന്ന് സേതുമാധവനോട് ദയാനന്ദ മാഷ് അറിയിച്ചു. അത് കേട്ടതും എന്നാ ശരി, ഞാൻ അതുപോലെ തന്നെ തീരുമാനിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. പിന്നീട് ദയാനന്ദ മാഷ് ഫോൺ വെച്ചതിന് ശേഷം മീരയും കമലടുത്തിയും ചോദിച്ചു, എന്താ സേതു പറഞ്ഞത് എന്ന് ചോദിച്ച് സേതുവേട്ടൻ എന്താ പറഞ്ഞതെന്ന് കമലമ്മ അന്വേഷിച്ചിട്ടും ദയാനന്ദ മാഷ് പറഞ്ഞു, അനൂപ് പറഞ്ഞ അത് അഭിപ്രായം തന്നെയാണ് സേതുവിനുള്ളതും. കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതിയാണ് എല്ലാവർക്കും ആശങ്കയുണ്ടാക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാമെന്നാണ് ഞാനും പറഞ്ഞതെന്ന് പറഞ്ഞ് അങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ മീരയുടെയും കമലമ്മയും അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞു, എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അത് കേട്ടതും ദയാനന്ദ മാഷ് എന്നാ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ മാഷിനാകെ വിഷമമായെന്ന് മീരയ്ക്ക് മനസ്സിലായി. അനൂപിനോട് മീര പറഞ്ഞു, അച്ഛന് ആ ഒരു തീരുമാനത്തെ അനുകൂലിക്കാൻ കഴിയുന്നില്ല, അച്ഛന് വല്ലാത്ത വിഷമമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മീരയോട് അനൂപ് പറഞ്ഞു, വിഷമമുള്ളത് ശരി തന്നെയാണ്, പക്ഷേ തൽക്കാലം നമ്മൾ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ. കാരണം ഇവിടെ വരുന്ന നേരത്ത് കുഞ്ഞിന് എന്തെങ്കിലും അസുഖം ഉണ്ടായാൽ പിന്നെ എല്ലാവർക്കും അത് വല്ലാത്ത വേദനയും മുഷിച്ചിലും ആകും. ഇപ്പൊ പിന്നെ ഇങ്ങനെ ഒരു വിഷമം അത് കുഴപ്പമുള്ള കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞു. അതിനുശേഷം കാണുന്നത് അർച്ചന കുഞ്ഞിനെ പാട്ടുപാടി ഉറക്കിയതിന് ശേഷം തൊട്ടിൽ കിടത്തി കുഞ്ഞിനെ ഉറക്കിയിട്ട് അർച്ചന പോകാൻ തുടങ്ങുന്നു. ആതിര ഇതെല്ലാം കണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അർച്ചന ആതിരയോട് പറഞ്ഞു, ശരി,
എന്നാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അർച്ചന യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴാണ് അവന്തിക പറഞ്ഞ കാര്യങ്ങൾ ആതിരയുടെ മനസ്സിനെ അലട്ടിയത്. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുഞ്ഞ് ഇപ്പോ തീരെ ചെറുതാ, പക്ഷെ വലുതായി വരുംതോറും കുഞ്ഞിന്റെ മനസ്സിൽ അതിന്റെ അമ്മ ആരാണെന്നുള്ളതിന്റെ ചിന്ത അത് വേരുറച്ചു വരും. കൂടുതൽ അർച്ചനയുമായി അടുത്തിടപഴകുന്ന കുഞ്ഞ് അത് അർച്ചനയാണ് തന്റെ അമ്മ എന്നുള്ള ധാരണയിലേക്ക് കുഞ്ഞിന്റെ മനസ്സ് വിരിച്ചിരിക്കും. അതുകൊണ്ട് ഇപ്പോ ഞാൻ പറയാനുള്ളത് നിന്നോട് പറഞ്ഞു. ഇപ്പോഴുള്ള അവളുടെ ഈ പെരുമാറ്റത്തെയും അവളുടെ ഈ സ്വഭാവ രീതികളെയും ഇപ്പൊ തന്നെ നീ അവളെ പ്രതിരോധിച്ചാൽ മാത്രമേ അവൾക്ക് വേണ്ട താക്കീത് നൽകി ഇപ്പൊ തന്നെ അവളെ നിർത്തിയാലേ ഉള്ളൂ നിനക്ക് നിന്റെ കുഞ്ഞിനെ നേടിയെടുക്കാൻ കഴിയൂ. അല്ലെങ്കിൽ കുഞ്ഞു പതിയെ പതിയെ നിന്നിൽ നിന്ന് അകന്നു തുടങ്ങുമെന്ന അവന്തികയുടെ വാക്കുകൾ ആതിരയുടെ മനസ്സിനെ അലട്ടി. അർച്ചന പോകാൻ തുടങ്ങുമ്പോഴേക്കും ആതിര പറഞ്ഞു, ചേച്ചി ഒന്ന് നിന്നേ. അപ്പോഴേക്കും അർച്ചന അവിടെ നിന്നിട്ട് ചോദിച്ചു, എന്താടി, എന്താ കാര്യം? ഞാൻ ചേച്ചിയോട് പറയുന്നത് എത്ര സീരിയസ് ഉള്ള കാര്യമാണെന്ന് ചേച്ചി ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. പറയുമ്പോൾ ചേച്ചിക്ക് ചിലപ്പോൾ വിഷമം തോന്നിയേക്കും, എങ്കിലും ചേച്ചി ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിന്റെ കാരണം മനസ്സിലായിക്കോളും. ചേച്ചിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ അർച്ചന ചോദിച്ചു, എടിമോളെ നീ കാര്യം പറ, വെറുതെ മനുഷ്യനെ ടെൻഷനാക്കാതെ എന്ന് പറഞ്ഞതും ആതിര പറഞ്ഞു, ഞാനല്ല ചേച്ചിയെ ടെൻഷനാക്കുന്നത്, മറിച്ച് ചേച്ചി എന്നെയാ ടെൻഷനാക്കുന്നത് എന്ന് അർച്ചനയോട് ദേഷ്യത്തോടെ ആതിര അറിയിച്ചു. അത് കേട്ടതും അർച്ചന ചോദിച്ചു, ഞാൻ നിന്നെ ടെൻഷനാക്കുന്നോ? എന്താ മോളെ നീ പറയുന്നത്? നീ ഒന്ന് കാര്യം വ്യക്തമായിട്ട് പറ എന്ന് പറഞ്ഞപ്പോൾ അർച്ചനയോട് ആതിര ദേഷ്യപ്പെട്ടതിന്റെ കാരണം എന്താന്ന് ആതിര വ്യക്തമാക്കി. വേറൊന്നുമല്ല ചേച്ചി, എന്റെ കുഞ്ഞിന്റെ അടുത്ത് ചേച്ചി കാണിക്കുന്ന ഈ അമിത സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് വേണ്ട എന്ന്. കുഞ്ഞിനോട് ചേച്ചി കാണിക്കുന്ന ഈ സ്വാതന്ത്ര്യം അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ കുഞ്ഞ് എന്നെയാണ് അമ്മയെന്ന് വിളിക്കേണ്ടത്. കുഞ്ഞിന്റെ അമ്മ സ്ഥാനം കുഞ്ഞിന്റെ അമ്മയുടെ ചേച്ചിയല്ല ഏറ്റെടുക്കേണ്ടത്. എൻ്റെ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അതിൻ്റെ അമ്മയായിട്ട് എന്നെയാണ് അത് കാണേണ്ടത്. മറിച്ച് കുഞ്ഞ് ചേച്ചീനെ അമ്മ എന്ന സ്ഥാനത്ത് കാണാൻ തുടങ്ങുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തുള്ള ചേച്ചിയുടെ അമിത സ്വാതന്ത്ര്യം അത് വേണ്ടെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞ് അർച്ചനയെ താക്കീത് ചെയ്യുന്നത് കേട്ടുകൊണ്ട് അവിടേക്ക് സേതുമാധവനെത്തി. സേതുമാധവനെ കണ്ടതും ആദ്യ പെട്ടെന്ന് മുഖം തിരിച്ചു വെക്കുമ്പോൾ സേതുമാധവൻ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതിരെ, ഞാൻ വന്നത് കൊണ്ട് നീ അർച്ചനയോട് പറയാനൊരുങ്ങിയ കാര്യങ്ങളൊന്നും പറയാതിരിക്കേണ്ടതില്ല. പിന്നെ നിന്റെ കുഞ്ഞിനെ അർച്ചന എടുക്കുന്നതിന്റെ പേരിൽ നീ അവളെ താക്കീത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവൾ നിനക്ക് ഒരു ഉപകാരം കൂടിയല്ലേ ചെയ്യുന്നത്. നിന്റെ ജോലി കുറച്ചു തരികയല്ലേ ചെയ്യുന്നത്. കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കി നിനക്ക് സ്വാതന്ത്ര്യത്തോടെ ഇരിക്കാനും നിന്റെ ജോലിഭാരം കുറയ്ക്കുമല്ലേ അർച്ചന ചെയ്യുന്നത്. മറ്റാരെക്കാളും നന്നായി തന്നെയല്ലേ അവൾ കുഞ്ഞിനെ നോക്കുന്നത്. അർച്ചനയ്ക്ക് നിന്റെ കുഞ്ഞിന്റെ മേൽ ഒരവകാശവും ഇല്ലെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ ആതിര പറഞ്ഞു, അതെ, അവകാശമുണ്ട്, ഇല്ലെന്നല്ല, എൻ്റെ ചേച്ചി എന്നുള്ള അവകാശം. അല്ലാതെ എനിക്ക് കുഞ്ഞിനെ ഇവിടെ കിട്ടുന്നത് എപ്പോഴാണ്? കുഞ്ഞിനെ പാല് കൊടുക്കാൻ നേരം മാത്രം കിട്ടും. കുഞ്ഞൊന്ന് കരഞ്ഞാൽ അപ്പൊ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകും. പിന്നെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ കിട്ടുന്നത് കുഞ്ഞുറങ്ങുന്ന നേരത്താണ്. ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കയ്യിൽ എടുത്തുകൊണ്ട് നടക്കുന്നത്. ബാക്കിയുള്ള സമയങ്ങൾ മുഴുവൻ എൻ്റെ കുഞ്ഞുമായിട്ട് ഇവരാണ് അടുത്തിടപഴകുന്നത്. എനിക്ക് എൻ്റെ കുഞ്ഞുമായി അടുത്തിടപഴകാനുള്ള യാതൊരു അവസരവും തരുന്നില്ല. അമ്മയെന്നുള്ള ലേബലും കൊണ്ട് ഞാൻ എന്തിനാണ് ഇവിടെ വെറുതെ ഇരിക്കുന്നത്? എൻ്റെ കുഞ്ഞ് അമ്മയായി കാണേണ്ടതും തിരിച്ചറിയേണ്ടതും എന്നെയാണ്. എന്നെ കൊണ്ട് ഇതൊക്കെ മനഃപൂർവ്വം പറയിപ്പിക്കാതെ അത് തിരിച്ചറിഞ്ഞ് സ്വയം പ്രവർത്തിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്ന് ആതിര ചോദിക്കുമ്പോൾ അർച്ചന സങ്കടത്തോടെ പറഞ്ഞു, മോളെ, നീ പറയുന്നതൊക്കെ കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ അത്രയ്ക്ക് തെറ്റുകാരിയാണോ നിന്റെ മുന്നിൽ? ഞാൻ അത്രയ്ക്ക് വലിയ തെറ്റാണോ ചെയ്തത്? മോളെ, നിന്നെ ഞാൻ സഹായിക്കാൻ മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. കുഞ്ഞിനെ ഞാൻ ഒരിക്കലും നിന്റെ അരികിൽ നിന്ന് അടർത്തിയെടുക്കാനോ തട്ടിപ്പറിക്കാനോ ശ്രമിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞതും ആതിര പറഞ്ഞു, എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ എൻ്റെ മനസ്സിന്റെ ആശങ്കയാണ് പറഞ്ഞത്. എൻ്റെ കുഞ്ഞ് എൻ്റെ മാത്രം സ്വന്തമാണ്. ആ കുഞ്ഞിനെ എന്നിൽ നിന്ന് അടർത്തിയെടുക്കാൻ ആര് ശ്രമിച്ചാലും ഞാൻ അതിന് സമ്മതിക്കില്ല. കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാൻ കുഞ്ഞിന്റെ അമ്മയായി ഞാൻ ഇവിടെയുണ്ട്. ഞാൻ ഇവിടെ ഇല്ലാതായിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ സേതുമാധവൻ പറഞ്ഞു, കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടല്ലേ അർച്ചന നോക്കുന്നത്. എല്ലാ കാര്യവും അർച്ചന നല്ല രീതിയിൽ നോക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ആതിര പറഞ്ഞു, അതിന് കുഞ്ഞിന്റെ അമ്മ മരിച്ചൊന്നും പോയിട്ടില്ലല്ലോ. ഞാനിവിടെ ജീവനോടെ ഉണ്ടല്ലോ. എൻ്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. പിന്നെ എനിക്ക് അത് ചെയ്യാൻ കഴിയാതാകുമ്പോ അച്ഛൻ പറഞ്ഞല്ലോ ആരെങ്കിലും സഹായത്തിന് നിർത്താമെന്ന്. അതുപോലെ ആരെങ്കിലും സഹായത്തിനപ്പോൾ നിർത്തിയാൽ മതി. അല്ലാതെ പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ എന്നെ വേറെ ആരും സഹായിക്കേണ്ടതില്ല എന്ന് അർച്ചനയോടും സേതുമാധവനോടും ആതിര പറയുമ്പോൾ അർച്ചന ചോദിച്ചു, അപ്പോൾ മോളെ, ഞാൻ നിന്റെ കുഞ്ഞിനെ എടുക്കുന്നതാണോ നിനക്ക് പ്രശ്നം? മറ്റാരെങ്കിലും വന്ന് നിന്റെ കുഞ്ഞിനെ എടുക്കുന്നതിൽ നിനക്കൊരു കുഴപ്പവുമില്ല അല്ലെ?
ഞാൻ കുഞ്ഞിനെ എടുക്കുന്നതാണ് നിനക്ക് പ്രശ്നം എന്ന് ചോദിച്ച് ആതിരയുടെ നേരെ അർച്ചന സങ്കടത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു, മോളെ, നിങ്ങൾ രണ്ടുപേരും ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതാണ്. നീ കുഞ്ഞിനെ നോക്കുന്നത് പോലെ തന്നെയാണ് അർച്ചനെ നിന്റെ കുഞ്ഞിനെ നോക്കുന്നത്. ആ കുഞ്ഞിന്റെ പേരിൽ നീ ഇവളെ കുറ്റപ്പെടുത്തുമ്പോ അത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ കുഞ്ഞ് നിനക്ക് സന്ദീപിന്റെയും കുഞ്ഞു തന്നെയാണ്. നിനക്കും സന്ദീപിനുമുള്ള അവകാശം കഴിഞ്ഞിട്ടേ മറ്റാർക്കും ആ കുഞ്ഞിന്റെ മേൽ അവകാശമുള്ളൂ. അതാരും തട്ടിപ്പറിക്കാനും പോകുന്നില്ല. പക്ഷേ കുഞ്ഞിനെ അർച്ചന എടുക്കുന്നതിന്റെ പേരിൽ ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തൽ അർച്ചനയുടെ മേൽ നടത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ ആതിര പറഞ്ഞു, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്റെ കുഞ്ഞിനെ ഇവരെടുക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതാണ് ഞാൻ തുറന്നു പറഞ്ഞത് എന്ന് ആതിര പറയുമ്പോ അർച്ചന ചോദിച്ചു, അത് ശരി, അപ്പോ ഞാൻ എടുക്കുന്നതാണ് നിനക്ക് കുഴപ്പം അല്ലെ? ഞാൻ നിന്റെ കുഞ്ഞിനെ എടുക്കുന്നതാണ് നിനക്ക് ഇഷ്ടമില്ലാത്തതല്ലേ എന്ന് ചോദിച്ച് അർച്ചന ആകെ വിഷമത്തോടെ അങ്ങനെ നിൽക്കുമ്പോ ഉടനെ തന്നെ അവിടേക്ക് സന്ദീപ് എത്തി. ദേവി ചെയ്ത് എന്റെ ആ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ആതിര അർച്ചനയുടെ മുന്നിൽ കൈകൂപ്പി ദേഷ്യത്തോടെ സംസാരിച്ചു. ആതിരയുടെ ആ മാറ്റം ഒട്ടും സഹിക്കാനാകാതെ അർച്ചന പൊട്ടിക്കരയുമ്പോൾ സേതുമാധവനും ആതിരയുടെ ഈ പെരുമാറ്റത്തിൽ ഒട്ടും സഹിക്കാൻ വയ്യാതെ തന്നെ സേതുമാധവനും ആകെ വിഷമിച്ച് എന്ത് പറയണമെന്നറിയാതെ അങ്ങനെ നിൽക്കുമ്പോൾ സന്ദീപ് വാതിക്കലേക്ക് എത്തിയത്. സന്ദീപ് വന്ന് കയറിയത് കണ്ടതോടെ അർച്ചന പൊട്ടിക്കരഞ്ഞുകൊണ്ട് വേഗം തന്റെ റൂമിലേക്ക് പോയി. വേഗം റൂമിലെത്തി വാതിലടയ്ക്കുമ്പോൾ സന്ദീപ് അർച്ചനയുടെ ആ പെരുമാറ്റം കണ്ട് സങ്കടം കണ്ട് വേഗം അച്ഛനോടും ആതിരയോടും ചോദിച്ചു, എന്താ പറ്റിയത്? എടുത്ത് എന്താ ഇങ്ങനെ വിഷമിച്ചു പോയത്? ആതിര അപ്പോഴേക്കും ഒന്നും മിണ്ടാതായതോടെ സേതുമാധവനോട് സന്ദീപ് കാര്യം അന്വേഷിച്ചു. അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു, കാര്യം എന്താണെന്ന് നീ നിന്റെ ഭാര്യയോട് തന്നെ ചോദിക്കേ, എന്നിട്ട് അവളെ വേണ്ടവണ്ണം നീ ഉപദേശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് സേതുമാധവൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. സേതുമാധവൻ പോയി കഴിയുമ്പോഴേക്കും സന്ദീപ് എന്താ നടന്നതെന്നറിയാതെ ആകെ ഞെട്ടലോടെ ആതിരയെ നോക്കി. ആകെ സംശയത്തോടെ ആതിരയെ നോക്കുന്നത് കണ്ട് ആതിര സന്ദീപിനോട് പറഞ്ഞു, നീ എന്തിനാ എന്നെ ഇങ്ങനെ സംശയത്തോടെ നോക്കുന്നത്? എന്നെ ഇങ്ങനെ തുറച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വേറൊന്നും പറഞ്ഞില്ല. ചേച്ചി കുഞ്ഞിനെ കൂടുതൽ ലാളിക്കുന്നതും കുഞ്ഞിനെ കൂടുതൽ സമയം എടുത്തുകൊണ്ട് നടക്കുന്നതും എനിക്കിഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ കുഞ്ഞിനെ ഞാൻ എടുത്തോളാമെന്നും കുഞ്ഞിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാമെന്നും ചേച്ചിയോട് പറഞ്ഞു. അത്രേ ഉള്ളൂ. അല്ലെങ്കിലും അച്ചുചേച്ചിക്ക് ചെറിയ കാര്യം മതിയല്ലോ വല്ലാതെ വിഷമം ഉണ്ടാകാൻ. അതുകൊണ്ട് ചേച്ചി കരഞ്ഞുകൊണ്ട് പോയതാ എന്ന് പറഞ്ഞപ്പോ സന്ദീപ് ആതിരയോട് ചോദിച്ചു, നീ ഇങ്ങനെ തന്നെയാണോ പറഞ്ഞത്? എടത്തിയോട് ഇതേ രീതിയിൽ തന്നെയാണോ നീ സംസാരിച്ചത് എന്ന് ചോദിച്ചതും ഞാനിങ്ങനെ തന്നെയാ പറഞ്ഞത്. അല്ലാതെ എന്താ? ചേച്ചി ഇങ്ങനെ എന്ത് കാര്യം കേട്ടാലും വിഷമിക്കാൻ ഇങ്ങനെ നടക്കുമല്ലേ? എന്റെ കുഞ്ഞിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അതിൽ മറ്റാരും കൈ കടത്തണ്ട എന്ന് ആതിര പറഞ്ഞപ്പോ സന്ദീപ് ചോദിച്ചു, ആതിരെ, നീ എന്നു മുതലാ ഇത്രയും സ്വാർത്ഥയായത്? കുഞ്ഞിന്റെ കാര്യത്തിൽ ഇത്രയും സ്വാർത്ഥയാകാൻ നീ എന്നാ തുടങ്ങിയത് എന്ന് സന്ദീപ് അന്വേഷിച്ചപ്പോ ആതിര പറഞ്ഞു, എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാനല്ല മറ്റാരാ സ്വാർത്ഥയാകേണ്ടത്? എന്റെ കുഞ്ഞ് അതെനിക്ക് സ്വന്തമാണെന്ന് പറഞ്ഞ് ആതിര ശബ്ദം നിർത്തുമ്പോൾ റൂമിലെത്തിയ അർച്ചന ആകെ വിഷമിച്ച് തകർന്ന മനസ്സുമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്നു. ഈ കാഴ്ച കണ്ട് ആതിര താൻ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചു എന്ന സന്തോഷത്തിൽ അവന്തിക അർച്ചനയുടെ റൂമിലേക്ക് ചെന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന അർച്ചനയെ കണ്ട് പുഞ്ചിരിയോടെ ആതിര അവിടെ അവന്തിക മുന്നിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, അതെ അർച്ചനെ, ഇപ്പോഴത്തെ നിന്റെ ഈ കരച്ചിലുണ്ടല്ലോ, ഈ കരച്ചിലിന് കാരണക്കാരിയെ ഈ ഞാൻ തന്നെയാ എന്ന് ചിരിച്ചുകൊണ്ട് അവന്തിക അറിയിച്ചു. അവന്തികയുടെ വാക്കുകൾ കേട്ട അർച്ചന ഞെട്ടലോടെ അവന്തികയെ നോക്കുമ്പോൾ അർച്ചനയോട് അവന്തിക പറഞ്ഞു, അതെ, നീ എന്നെ പല രീതിയിലും വെല്ലുവിളിച്ചതല്ലേ ആ കുഞ്ഞിന്റെ കാര്യത്തിൽ? അന്നെല്ലാം ഞാൻ നിന്നെ വെല്ലുവിളിച്ചതുമാണ്. പക്ഷേ ആ വെല്ലുവിളി എനിക്ക് തോൽവിയാണ് സമ്മാനിച്ചത്. എന്നാൽ ഇപ്പോ ഞാൻ നേടുന്നത് ജയമാണ്. കാരണം നിന്റെ ഈ പൊട്ടിക്കരച്ചിലുണ്ടല്ലോ, നിന്റെ ഈ കണ്ണുനീര്, അത് എന്റെ വിജയമാണ്. നീ അന്ന് എന്നെ വെല്ലുവിളിച്ചതിന് പകരം എനിക്ക് മേൽ നീ നേടിയ വിജയത്തിന് പകരമായിട്ടുള്ള തിരിച്ചടി. ഇനി ഈ കുഞ്ഞിന്റെ ജന്മം തന്നെ നിന്റെ ജീവിതം മുഴുവൻ കരഞ്ഞു തീർക്കുന്നതിന് വേണ്ടിയുള്ള നിയോഗമാണ് ആ കുഞ്ഞിൻ്റെത്. നീ നോക്കിക്കോ, ഒരിക്കലും ആ കുഞ്ഞിനെ എടുക്കാനോ കുഞ്ഞിനെ ലാളിക്കാനോ നിന്റെ അനുജത്തിൽ നിന്നെ അനുവദിക്കില്ല. ആ രീതിയിൽ ഞാൻ അവളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവളിനി ഞാൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കൂ എന്ന് അവന്തിക അർച്ചനയോട് പറയുന്നു. പിന്നീട് സന്ദീപ് ആതിരയെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് മറുപടിയായി സന്ദീപിന്റെ മനസ്സിൽ കൂടി അർച്ചനയ്ക്കെതിരെയുള്ള വിഷവിത്ത് പാകാനായി ആതിര ശ്രമിക്കുകയും സ്നേഹയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് എല്ലാത്തിനും കാരണം എന്റെ ചേച്ചി അച്ചു ചേച്ചി തന്നെയാണ് എന്ന് സന്ദീപിനോടും ആതിര വെട്ടിത്തുറന്നു പറയുന്നു.